നമസ്കാരം. ഇലക്ട്രിക് കാറുകളുടെ ആവശ്യകത ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ആ കിലോമീറ്റർ പോകാനുള്ള കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പോൾ പെട്രോൾ കാർ ഉപയോഗിക്കുന്ന ആളുകൾ ഫോർ എക്സാമ്പിൾ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, ബിയിൽ നിന്നും തിരിച്ച് എയിലേക്ക് വരുന്നു. അതായത് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ആ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാറിനെ ആശ്രയിക്കുന്നുണ്ട്. ഇവർ ഏറ്റവും പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു കാറില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കി പോവുകയാണ്, നമുക്കൊരു ഇലക്ട്രിക് കാർ വേണം, നമുക്ക് ഡെയിലി ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 110 കിലോമീറ്ററൊക്കെ ട്രാവലുണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 110 ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ എങ്കിലും അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് അത്ര ഒരു ട്രാവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രിക് കാർ നമുക്ക് ലാഭകരമാവുകയുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയില്ല. നമുക്ക് അത്യാവശ്യം റേഞ്ച് വേണം. ഫീച്ചറുകളൊക്കെ കുറച്ച് കുറഞ്ഞാൽ പോലും നല്ല റേഞ്ച്, നല്ല കംഫർട്ട്, നല്ല ബാറ്ററി പാക്ക്, നല്ല ടെക്നോളജി, അത് മാത്രമല്ല നല്ല മോട്ടർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വിരലിൽ എണ്ണാവുന്ന കാറുകൾ മാത്രമാണുള്ളത്. ഫോർ എക്സാമ്പിൾ ടിയാഗോ എന്ന് പറയുന്നൊരു കാറുണ്ട്. പിന്നെ പഞ്ച്, അത് മാത്രമല്ല MG കോമറ്റ്. പിന്നെ അതിന് മുകളിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം വളരെയധികം വില കൂടിയ വാഹനങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 18 ലക്ഷം രൂപയ്ക്ക് ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്നതിനേക്കാൾ നല്ലത് 10 ലക്ഷം രൂപയ്ക്ക് ഒരു സാധാരണ ഇലക്ട്രിക് കാറോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ കാറോ ഒക്കെ വാങ്ങുന്നതാണ്. പെട്രോൾ കാർ വാങ്ങിച്ചിട്ട് ബാക്കി പൈസ ഏതെങ്കിലും ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ലാഭകരമാണ്. പക്ഷേ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വില കൂടിയ കാറുകളാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് കാറുകൾ പെട്രോൾ കാറിൻ്റെ വിലയിലേക്ക് ലഭിക്കും എന്നുള്ളത്. അത്തരത്തിലുള്ള വാർത്തകൾ എത്രത്തോളം ശരിയാണ്, അതിനെക്കുറിച്ചുള്ളൊരു ഒത്തൻറ്റിക്കേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് അതിനൊരു അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് റിസർച്ചിനൊക്കെ ശേഷം പല കാറുകളൊക്കെ നോക്കിയിട്ട് ഇലക്ട്രിക് കാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവസാനം ചെന്നെത്തുന്നത് ഈ വില കണ്ടിട്ട് നമ്മുടെ കയ്യിൽ ഇത്രേ പൈസ ഉള്ളൂ, 10 ലക്ഷം വരെ കൊടുക്കാനേ ഉള്ളൂ. അങ്ങനെ വില കണ്ട് കുറേ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ വന്ന് നിൽക്കുന്നൊരു കാറാണ് MGയുടെ കോമറ്റ്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MG കോമറ്റ് യഥാർത്ഥത്തിൽ പരിഗണിക്കണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാവും. കാരണം MG കോമറ്റ് പരിഗണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് MG കോമറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയാണ്. അതായത് ഗ്ലോബൽ സ്മോൾ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്ന GSEV പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ ടെക്നോളജി എന്ന് പറയുന്നത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് മോട്ടറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു മോട്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41.42 kWh അത്യാവശ്യം നല്ല പവറാണ് ഈ ഒരു മോട്ടർ ജനറേറ്റ് ചെയ്യുന്നത്. ടോർക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110 Nm ടോർക്ക് വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 41 PS പവർ ഈ ഒരു മോട്ടർ ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. പ്രിസ്മാറ്റിക് സെൽസ് ആണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 17.3 kWh ബാറ്ററി പാക്കുകളാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലി ഈ ഒരു വാഹനം അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് എത്രത്തോളം കൺവീനിയൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7 ലക്ഷം മുതൽ 10 ലക്ഷം, ജസ്റ്റ് 10 ലക്ഷത്തിന് മുകളിൽ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഏതൊക്കെ വേരിയൻ്റ് ഉണ്ട് ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല. അതായത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ്, എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, ഇങ്ങനെ 3 വേരിയൻ്റാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് വേരിയൻ്റാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിൽ 2 അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും റിയർ പാർക്കിംഗ് ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യുന്ന മിറർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതൊരു അഡീഷണൽ ഫീച്ചറാണ്. അത് മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്കത് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇപ്പം 3.3 kWh ആ ഒരു ചാർജറാണ് നമുക്ക് നോർമലി ലഭിക്കുന്നത്. അത് ഒരുപാട് സമയം എടുക്കും, 8 മണിക്കൂർ വരെയൊക്കെ അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 7.2 kWh ഫാസ്റ്റ് ചാർജർ വരുമ്പോഴത്തേക്കും അത് യഥാർത്ഥത്തിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. കമ്പനി പറയുന്നത് 230 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 160 മുതൽ 165 കിലോമീറ്റർ, 170 അപ്രോക്സിമേറ്റ്ലി ലഭിക്കുള്ളൂ. അത് കഴിഞ്ഞ് കിട്ടുന്നതെല്ലാം ഒരു ലിംബ് മോഡിലേക്കായിരിക്കും വാഹനം പോകുന്നത്. വാഹനം ഇങ്ങനെ ഇഴഞ്ഞ് പോകും. അതിനൊരു കിലോമീറ്റർ ആയിട്ടൊന്നും നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഈ ഒരു വാഹനത്തിലെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര സേഫായിട്ട് തോന്നില്ല. കാരണം ഫ്രണ്ട് ഏരിയ വളരെ കുറവാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ടിലെ 2 സീറ്റ് മാത്രമാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. അത് തന്നെ ഈ ഒരു വലിയൊരു വിൻസ്ക്രീൻ അതിനെ ചെരിഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വെയിലടിച്ച് നമ്മൾ കുറേ
കുറേ ഓടിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വലിയ ബുദ്ധിമുട്ട് പേഴ്സണലി ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നവും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 ഇഞ്ചിൻ്റെ ടയേഴ്സൊക്കെയാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അടിമുട്ടുമോ എന്നുള്ള ടെൻഷൻ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബാറ്ററി പാക്ക് ഇരിക്കുന്നത് ഫ്ലോറിലാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നല്ല രീതിക്ക് ഒരു ഇമ്പാക്റ്റ് താഴേന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പാക്കിനെ അത് ബാധിക്കും. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇത് MGയുടെ വാഹനമൊന്നുമല്ല, സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ്. അത് ഇന്തോനേഷ്യയിലേക്ക് ഒരുപാട് കാലം ഓടിക്കളിച്ച ഈ വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. MGയുടെ എംബ്ലം ഒട്ടിച്ചു. അത് ലിമിറ്റഡ് എഡിഷൻ, ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എഡിഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ബ്ലാക്കും റെഡിൻ്റെ ഇൻസേർട്ടുകളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു എഡിഷൻ എന്നുള്ള രീതിക്ക് മാത്രമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ഈ ഒരു വാഹനം 160 കിലോമീറ്റർ ഓടിക്കാൻ കഴിയുകയുള്ളത്. മാത്രമല്ല പുറകിലേക്കുള്ള ആക്സസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കയറിയിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എടുക്കുന്ന സമയത്ത് വലിയ പ്രശ്നം കാണില്ല. പിന്നെ അങ്ങ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൺവീനിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു സിംഗിൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ഒരു ജോലിക്ക് പോവുക തിരിച്ച് വരിക ആ ഒരു രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറാണ്. എന്നാൽ പോലും 10 ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത്തരം 10 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഇത്തരം ഇലക്ട്രിക് കാറുകളിലേക്ക് പോകുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു വിലയ്ക്ക് തന്നെ അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറുകൾ വരുന്നുണ്ട്. പക്ഷേ അത് 2026 ആ ഒരു കാലഘട്ടമൊക്കെ എടുക്കും. നമ്മൾ ചാടി കയറിയിട്ട് 10 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഇത്തരം കാറുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും എത്ര കണ്ട് അത് നമ്മുടെ എടുക്കുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും. പക്ഷേ പിന്നീട് അങ്ങ് പോകും തോറും പല കാര്യങ്ങളായിട്ട് നമുക്ക് പുറകിലൊരാളെ കയറ്റണം. അതല്ലെന്നുണ്ടെങ്കിൽ പുറകിലിരിക്കുന്ന ഒരാൾ ഇറങ്ങണം. ആ ഒരു സമയങ്ങളിലെല്ലാം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇറങ്ങി സീറ്റ് ഫോൾഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾക്കൊക്കെ ഇത്തരം വാഹനങ്ങളുടെ ബാക്ക് സീറ്റ് കംഫർട്ടബിൾ അല്ല. അത് മാത്രമല്ല ഫ്രണ്ടിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു സേഫ്റ്റി സംബന്ധമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല വിൻഡ് സ്ക്രീൻ ഒരുപാട് വലുതാണ്. ഒരുപാട് ചെരിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നോക്കുക. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്, തീർച്ചയായിട്ടും വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ തന്നെ നല്ല സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി അല്ലെങ്കിൽ ഹൈബ്രിഡ് ടെക്നോളജിയിലൊക്കെ വാഗണാർ വരുന്നുണ്ട്. 40 കിലോമീറ്റേഴ്സൊക്കെ അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും റിലയബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ അത് തന്നെയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ 350, 360 അല്ലെങ്കിൽ 400 കിലോമീറ്ററിനടുത്ത് യഥാർത്ഥത്തിൽ റേഞ്ച് കിട്ടുന്ന ഒരു കാറാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല പല ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. തീർച്ചയായിട്ടും കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് കറണ്ട് പോകുന്നത് നമുക്കറിയില്ല. ഇനി മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് കാറൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള പണം മാത്രമല്ല പിന്നീട് നമ്മൾ സോളാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല 3 ഫേസ് ആക്കാനായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഹ്യൂജ് എമൗണ്ട് വരും. തീർച്ചയായിട്ടും ഇലക്ട്രിക് കാർ വാങ്ങാനുള്ളൊരു സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2026, 2027 സമയമാകുമ്പോഴത്തേക്കും നല്ല നല്ല കാറുകൾ വരും. അഫോർഡബിൾ റേഞ്ചിലുള്ള കാറുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരുപാട് വില കൊടുത്തിട്ട് ഒരിക്കലും ഒരു ഇലക്ട്രിക് കാറിലേക്ക് പോകുന്നതിനോട് പേഴ്സണലി എനിക്കൊരു യോജിപ്പില്ല. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി. നമസ്കാരം.